പ്രസ്താവിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വചനം പറയുന്നു. ഇന്നലെ നാം സംസാരിച്ചത് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് 3-ാം അധ്യായത്തിലേക്ക് 2 അധ്യായങ്ങൾ ഇന്ന് തീർക്കുക എന്നുള്ളതാണ് വേണ്ടത്. എങ്കിലേ നമുക്കത് 7 ദിവസം കൊണ്ട് ഇത് പൂർത്തിയാവുകയുള്ളൂ. പക്ഷെ തീർക്കണം എന്നുള്ള നിർബന്ധം പിടിക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് നയിക്കുന്ന പോലെ അത് പോകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നലെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരൊറ്റ വാക്ക്, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ട വചനം അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാകുന്നു. ഇതാണ് നമ്മൾ ഇന്നലെ കണ്ട കേട്ട വചനം എന്താണ് അപ്പോസ്തലന്മാരാൽ നൽകപ്പെട്ടു. ആ കേട്ട വചനത്തിന്റെ കുറെ ക്വാളിഫിക്കേഷൻസ് എന്റെ താഴോട്ട് എഴുതിയിട്ടുണ്ട്. ദൂതന്മാർ നിമിത്തം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ മെസ്സഞ്ചേഴ്സ് വഴി, അതായത് നമ്മൾ സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി വന്ന് മനുഷ്യർക്ക് മെസ്സേജ് കൊടുത്തു എന്നുള്ള അർത്ഥത്തിലല്ല നമ്മളിത് കാണുന്നത്. ദൂതന്മാർ മുഖാന്തരം, അതായത് ദൈവം അയച്ച പ്രവാചകന്മാർ, ദൂതന്മാർ, മെസ്സഞ്ചേഴ്സ്, ദൈവത്തിന്റെ മെസ്സേജസ് വഹിച്ചുകൊണ്ട് വന്ന ആളുകൾ നൽകിയത് പഴയ നിയമം നമുക്ക് ലഭിച്ചപ്പോൾ ആ പഴയ നിയമത്തിലൂടെ അതിലുള്ള ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ, അപ്പോൾ റിലേറ്റീവ്ലി ഇൻഫീരിയർ ആയ ദൂതന്മാർ നൽകിയ, മെസ്സഞ്ചേഴ്സ് നൽകിയ സന്ദേശങ്ങൾ അതനുസരിക്കുകയോ അനുസരണക്കേട് കാണിക്കുകയോ ചെയ്തവർക്ക് ദൈവം തക്കതായ പ്രതിഫലം നൽകിയെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത് ദൈവം അടയാളങ്ങളാൽ, അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷ്യം നിന്നതും കേട്ടവർ. അപ്പോൾ ശരിക്കും അപ്പോസ്തലിക ഉപദേശത്തിന്റെ ഒരു പ്രത്യേകത ആയിട്ട് അവിടെ പറയുന്നത് കർത്താവ് തന്നെ പറഞ്ഞു തുടങ്ങുകയും ദൈവത്തിന്റെ അടയാളങ്ങളാലും വിവിധമായ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതുമായ വചനം. അപ്പോൾ ആ വചനം വന്നപ്പോൾ കുറെ കാര്യങ്ങൾ ആ വചനത്തിന് പ്രത്യേകതയായിട്ടുണ്ടായിരുന്നു. അപ്പോസ്തലിക് ഡോക്ട്രിൻ ഒന്ന്, അത് കർത്താവ് തന്നെയാണ് പറഞ്ഞു തുടങ്ങിയത്. സുവിശേഷങ്ങളിലാണ് ശരിക്കും ഈ അപ്പോസ്തലിക ഉപദേശം പറഞ്ഞു തുടങ്ങുന്നത്. അതായത് ദൈവികമായ ഉപദേശം, നമ്മെ രക്ഷിക്കുന്ന, പാപത്തിന്റെ അടിമത്തത്തിൽ നമ്മളെ രക്ഷിക്കുന്ന ആ ദൈവികമായ ദിവ്യമായ ഉപദേശത്തിന്റെ പറഞ്ഞു തുടക്കം, ഇനാഗുറേഷൻ, അതിന്റെ ഫസ്റ്റ് ഭാഗം പഠിപ്പിക്കുന്നത് കർത്താവ് തന്നെയാണ്. ഈ കർത്താവ് പഠിപ്പിക്കുന്ന ആ ഫസ്റ്റ് ഭാഗം നമുക്ക് പലപ്പോഴും വായിക്കുമ്പോൾ വളരെ ടഫായിട്ട് നമുക്ക് തോന്നും. കാരണം ഈ ഫസ്റ്റ് ഭാഗം ദൈവത്തിന്റെ നീതിയുടെ വെളിപ്പെടുത്തലാണ്. യേശുക്രിസ്തുവിലൂടെ വന്ന നമ്മൾ ഇന്നലെ പാപത്തിന്റെ അടിമത്തത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ ആ ആദ്യ ഭാഗം, കർത്താവ് എന്താണ് പറഞ്ഞു തുടങ്ങിയത്? കർത്താവ് പറഞ്ഞു തുടങ്ങിയത് വ്യക്തമായ വെളിപ്പാട് ലോകത്തിലേക്ക് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു തുടങ്ങിയത് ഒരു സിസ്റ്റം ഓഫ് റൈച്ചസ്നെസ്, ദൈവികമായ നീതി, സുവിശേഷത്തിലൂടെ വെളിപ്പെട്ട ദൈവനീതി എന്ന് റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത് പോലെ മനുഷ്യന്റേതല്ലാത്ത, ദൈവത്താൽ മാത്രം സാധ്യമായ, ദൈവത്തിന് മാത്രം മഹത്വവും പുകഴ്ചയും കരയറ്റാൻ കഴിയുന്ന ഒരു നീതിയുടെ വെളിപ്പാട്. ആ വെളിപ്പാടാണ് യേശു ക്രിസ്തുവിലൂടെ പറഞ്ഞ് ആരംഭിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ ഗിരിപ്രഭാഷണം, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഗിരിപ്രഭാഷണം, അതിനുശേഷമുള്ള പഠിപ്പിക്കലുകൾ 10-ാം അധ്യായം 13-ാം അധ്യായം, ഇങ്ങനെ അനേകം ടീച്ചിങ്സ്, കർത്താവിന്റെ ടീച്ചിങ്സിലൂടെയാണ് അവൻ പറഞ്ഞു തുടങ്ങുന്നത് ദൈവരാജ്യത്തെ കുറിച്ചാണ്. അപ്പൊ ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ എന്താണ്? ആ ദൈവരാജ്യവും അതിന്റെ നീതിയും, നമ്മൾ അന്വേഷിക്കേണ്ട ദൈവരാജ്യവും അതിന്റെ നീതിയും അതെന്താണ് എന്നാണ് കർത്താവ് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പൊ നിയമങ്ങൾ നമ്മളോട് എന്താ പറഞ്ഞത്? നിയമങ്ങൾ നമ്മളോട് പറഞ്ഞത് നമ്മൾ പാപികളാണെന്ന്. അപ്പൊ മലാഖിയുടെ പ്രവചന പുസ്തകം വരെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പാപികളാണെന്നാണ് ബോധ്യപ്പെടുന്നത്. നമുക്ക് പഴയ നിയമത്തിലെ പല സുവിശേഷകര്, പ്രവാചകന്മാരും പുരോഹിതന്മാരും, ഇവരെല്ലാം പഴയ നിയമ വിശുദ്ധന്മാർ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. പഴയ നിയമ വിശുദ്ധന്മാർ പലപ്പോഴും ദൈവത്തെ അഭിമുഖീകരിക്കുമ്പോൾ അല്ലെങ്കിൽ നിയമത്തിന്റെ ആ ആന്തരികമായ വശം കാണുമ്പോൾ അവരുടെ നിസ്സഹായത മനസ്സിലാക്കി നിലവിളിക്കുന്നത് നമുക്ക് കാണാം. പഴയ നിയമത്തിൽ ത്രൂ ഔട്ട് അങ്ങനെയുള്ള കാഴ്ചകളുണ്ട്. അപ്പോൾ യേശുക്രിസ്തു സുവിശേഷം പറഞ്ഞു തുടങ്ങുമ്പോഴും അങ്ങനെയുള്ള കാഴ്ചകൾ തന്നെയാണ് ചുറ്റുമുള്ളത്. ദൈവത്തിന്റെ നീതി മനുഷ്യരെ അമ്പരപ്പിക്കുകയും അവരെ ഭയപ്പെടുത്തുകയും
ദൈവത്തിന്റെ പരിശുദ്ധി, അവന്റെ ശുദ്ധി, അവന്റെ വിശുദ്ധീകരണം, ആ വിശുദ്ധി നമുക്ക് വളരെ ദൂരെയുള്ള, മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത അത്ര ഡെപ്തുള്ള ഒരു കാര്യമായി, അവന് കിട്ടാത്ത ഒരു കാര്യമായി, അവന് ആരാധനയിൽ അത് കാണാൻ മാത്രം പറ്റുന്ന പരിശുദ്ധി മാത്രമായിട്ട് അവശേഷിക്കുന്ന നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നു. അപ്പൊ ന്യായപ്രമാണം വായിക്കുമ്പോഴെല്ലാം ഹൃദയത്തിൽ ഒരു മൂടുപടം കിടക്കുകയും ദൈവത്തിന്റെ വെളിച്ചം അവരിൽ അടിക്കാതിരിക്കുകയും അവര് അവരുടെ പാപത്തിന്റെ അവയർനെസ്സിലേക്ക് കൂടുതൽ കൂടുതലായി വരികയും ചെയ്യും. എന്നാൽ അതിനുശേഷം കർത്താവ് പറഞ്ഞു തുടങ്ങുമ്പോൾ പാപത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടല്ല തുടങ്ങുന്നത്, നീതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. നീതിയാണ് കർത്താവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കർത്താവ് പറയുന്നത് മുഴുവൻ എങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കാം എന്നുള്ളതാണ്. പിതാവിന്റെ ഇഷ്ടം, ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണം, അതിനുള്ള ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ, എന്താണ് നമ്മൾ അനുസരിക്കേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ദൈവരാജ്യത്തെ നാം കൈവശമാക്കേണ്ടത്, എങ്ങനെയാണ് ഇതിനുമേൽ ബലം പ്രയോഗിക്കുന്നത്. ഇപ്പൊ ബൈബിളിന്റെ ഒരു ഹോൾ യൂണിറ്റ് ആയിട്ട് നമ്മൾ കാണുമ്പോൾ പാപത്തിന്റെ അടിമത്തത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന വലിയൊരു സെക്ഷൻ, ഓൾഡ് ടെസ്റ്റാമെന്റ് മുഴുവൻ മനുഷ്യന്റെ പാപത്തിനുള്ള ശിക്ഷയും പാപം ചെയ്യരുന്നുള്ള വാർണിങ്സും, ഇതെല്ലാം കേൾക്കുമ്പോൾ മനുഷ്യർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ പാപികളാണ്, ദൈവം ഞങ്ങളെ എത്ര പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ബുദ്ധി ഉദിക്കുന്നില്ല, വീണ്ടും വീണ്ടും ഞങ്ങൾ ആ പാപത്തിൽ വീഴുന്നവരാണ്. അത് നമുക്ക് പല സങ്കീർത്തനങ്ങളും വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ദൈവത്തിന്റെ നിരന്തരമായ ഇടപെടലിന് ശേഷവും പെട്ടെന്ന് വീണു പോകുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ഇസ്രായേലിനെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇസ്രായേലിനെ തന്നെ ദൈവം എന്തിനു തെരഞ്ഞെടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ വീണു പോകുന്ന മനുഷ്യരുടെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളായിരുന്നു ഇസ്രായേൽ മക്കൾ. അവര് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കും, വീഴും, പിന്നെ അടികൊള്ളും, പിന്നെ നേരെ നിൽക്കും, പിന്നെ അനുഗ്രഹം പ്രാപിക്കും, വീഴും. അപ്പം ദൈവത്തിന്റെ കരുണ എന്ത് വലുതാണെന്ന് കാണിക്കാൻ ബലഹീനരായ, അതായത് നിൽക്കാൻ ത്രാണിയില്ലാത്ത ആളുകളെ ദൈവം എടുത്ത് തന്റെ രാജ്യമാക്കി മാറ്റുന്ന ഒരു അത്ഭുതമാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. അപ്പൊ അവരുടെ ലൈഫിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ദാവീദിന്റെ ലൈഫിലേക്ക് എല്ലാവരിലും നീതിമാന്മാരും വിശുദ്ധന്മാരും ആയിരിക്കെ തന്നെ പാപത്തിന് മുമ്പിൽ ബലഹീനരായി പോകുന്നത് നമ്മൾ പല സ്ഥലത്തും കാണുന്നുണ്ട്. യെശയ്യാവിന്റെ ലൈഫായാലും, ഇയ്യോബ് പഴയ നിയമത്തിലെ വിശുദ്ധനായ ഇയ്യോബ് അവസാനം കർത്താവിനെ കാണുന്നത് വരെ അവൻ സ്വയം നീതിമാനാന്ന് വിചാരിക്കുകയാണ്. പക്ഷെ കർത്താവിനെ കാണുന്ന ഒരു നിമിഷം ഇയ്യോബ് പറയുന്നത്, ഞാൻ എന്താ പറയുന്നത്, ഇത്രയും നാൾ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് നിന്നെ കാണുന്നു, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വെറുത്ത്. അതാണ് ശരിക്കും ദൈവത്തിന്റെ റെവലേഷൻ നമുക്ക് തരുന്നത്. എന്നെ തന്നെ വെറുത്ത് ഞാൻ പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. ഏത് പാപത്തിന് വേണ്ടിയാ? എന്ത് പാപമാണ് ഇയ്യോബ് ചെയ്തത്? സാത്താൻ പോലും ഇയ്യോബിന്റെ ഒരു പാപം ഓർമ്മിപ്പിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം, അല്ലെ? സാത്താൻ പോലും ഒരു പാപം ഓർമ്മിപ്പിച്ചില്ല. അപ്പൊ സാത്താൻ ഒരു പാപം ഓർമ്മിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾ എന്ത് നീതിമാനായിരിക്കും? കാരണം സാത്താന്റെ മെയിൻ പണി തന്നെ പാപം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ സാത്താൻ വിചാരിച്ചിട്ട് ഇയ്യോബിന്റെ ഒരു പാപം കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇയ്യോബ് വാസ് പെർഫെക്റ്റ് ഇൻ ഹിസ് വാക്ക്. പക്ഷെ അങ്ങനത്തെ ഒരു പെർഫെക്ഷൻ ഇയ്യോബിനുണ്ടെന്ന് ഇയ്യോബ് വിചാരിച്ചിട്ടുണ്ടാവാം, ഇയ്യോബിന്റെ ചുറ്റുമുള്ള പലരും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷെ ദൈവത്തിന് അറിയാമായിരുന്നു ഇയ്യോബ് തകർക്കപ്പെടേണ്ടത് ആവശ്യമാണ്, ഇയ്യോബ് ശരിക്കും ബ്രോക്കൺ ആകേണ്ടത് ആവശ്യമാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് സാത്താൻ ചെന്ന് പറഞ്ഞ ഉടനെ ദൈവം ഇങ്ങനെ അവനെ പരീക്ഷിച്ച് അവനെ നാനാവിധമാക്കാൻ സാത്താനോട് പറയുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമായിരുന്നു. ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ചിന്തിക്കുമായിരുന്നു. പക്ഷെ ദൈവം എല്ലാം അവന്റെ മഹത്വത്തിനായിട്ടാണ് ചെയ്യുന്നത്, എല്ലാം നന്മയ്ക്കായിട്ടാണ് ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ വരുന്നത്. ഈ കഷ്ടതയിലൂടെ കടന്നു വന്ന ഇയ്യോബ് ഒരു ബ്രോക്കൺ സെയിന്റ് ആണ്. അവന്റെ പാവാവസ്ഥയെ കുറിച്ച് അറിയാം, അവന് ദൈവത്തിന് മുമ്പിൽ ഒന്നും ഇല്ലെന്നറിയത്തില്ല, കരുണയാന്ന് മനസ്സിലായത് അവസാനം കർത്താവിനെ കാണുമ്പോഴാണ്. അവൻ പറയുന്നത്, ഞാൻ പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്ന. എന്തുകൊണ്ട് അനുതപിക്കുന്നത്? ഞാൻ നിന്നോട് സംസാരിച്ചു പോയി, നിന്നോട് സംസാരിക്കാനുള്ള യോഗ്യത എനിക്കില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ നീതിമാനാണെന്ന് വിചാരിച്ച് നിന്നോട് ഞാൻ ഇത്രയും നേരം സംസാരിച്ചു. നിന്നെ കണ്ടപ്പോഴാണ് മനസ്സിലായത് കേൾക്കുന്നത് പോലെ അല്ല അനുഭവിക്കുന്നത് എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് പറ്റിയ സ്ഥലം ചാരം മൂടിയിട്ട് കത്തിക്കുന്ന, വേസ്റ്റ് കത്തിക്കുന്ന സ്ഥലത്ത് ഞാൻ പോയി കിടന്നുറങ്ങിക്കോളാം എന്ന് പറഞ്ഞാൽ നരകത്തിന് തുല്യമായ ഒരു വാക്കാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഗഹന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ഇട്ട് കത്തിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഞാൻ പോയി കിടന്നോളാം. അപ്പൊ ശരിക്കും ദൈവത്തിന്റെ പരിശുദ്ധിയെ എൻകൗണ്ടർ ചെയ്യുന്ന ഒരു മനുഷ്യന് തോന്നുന്ന ആദ്യത്തെ കാഴ്ച, എന്റെ കർത്താവേ എന്നെ വിട്ടു പോണേ, ഞാൻ എവിടെയെങ്കിലും പോയി നശിച്ചോളാം, നീ എന്റെ അടുത്ത് വരല്ലേ എന്നാണ് തോന്നുന്നത്. കാരണം ദൈവത്തിന്റെ ഇൻഫിനിറ്റ് ഹോളിനെസ് സ്കെയർസ് പീപ്പിൾ. നമുക്ക് ശരിക്കും ദൈവത്തെ കണ്ടിട്ടുണ്ടെന്ന് പറയുകയും വളരെ ആഴമായ പാപബോധം നമുക്ക് ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. കാരണം the revelation of God always inevitably brings about a deep repentance that will last all through our life.
നമ്മുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന, വളരുന്ന, ഓരോ ദിവസം ചെല്ലുന്തോറും കർത്താവിന്റെ ആ മാഗ്നിഫിക്കൻസ് നമുക്ക് മനസ്സിലാകും തോറും നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചു വരുന്ന ഒരു മാനസാന്തരത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് കർത്താവിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ആണ്. വെൻ യു എക്സ്പീരിയൻസ് ക്രൈസ്റ്റ് ദാറ്റ് ഹാപ്പൻസ്. അപ്പൊ ഓൾഡ് ടെസ്റ്റാമെന്റ് മുഴുവൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു ശിശുപാലകനായിട്ട് ഓൾഡ് ടെസ്റ്റാമെന്റിനെ കണ്ടു കഴിഞ്ഞാൽ, ടൈം ആൻഡ് അഗെയിൻ വി സീ ദ ഓൾഡ് ടെസ്റ്റാമെന്റ് റിമൈൻഡിങ് പീപ്പിൾ, സെയിൻസ്, ദാറ്റ് യു ആർ സിന്നേഴ്സ്. അത് യശയാവിനോടാണെങ്കിലും അങ്ങനെ തന്നെ. നമ്മൾ ഇന്നലെ യശയാവിന്റെ കാര്യം കണ്ടു. ഏത് സെയിന്റിനോടാണെങ്കിലും there's a continual reminder, there's a continuous reminder of their sinfulness. സിൻ എന്നുള്ളതിനേക്കാളും സിൻഫുൾനെസ്, അതാണ് ഓൾഡ് ടെസ്റ്റമെന്റിൽ കാണുന്നത്. അപ്പൊ കർത്താവ് പറഞ്ഞു തുടങ്ങിയത് എന്താണ്? കർത്താവ് പറഞ്ഞു തുടങ്ങിയത് നീതിയെ കുറിച്ചാണ്. അപ്പൊ നീതിയെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് വളരെ കട്ടിയായിട്ട് തോന്നും. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴത് പറഞ്ഞ some of those New Testament teachings are very tough and almost impossible to obey. അതിന്റെ ഒരു എക്സാമ്പിൾ, ഈ ധനവാനായ ഒരു യൗവനക്കാരൻ കർത്താവിനെ അനുഗമിക്കാൻ വന്നപ്പോഴാണ്. അവൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ന്യായപ്രമാണ പ്രകാരം പെർഫെക്റ്റ് ആയിട്ട് ജീവിച്ചവനാണ്. പക്ഷെ കർത്താവ് എന്ന് പറയാണ്, ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രം കൊടുത്തിട്ട് എന്നെ അനുഗമിക്കാം. ന്യായപ്രമാണത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രം കൊടുത്തിട്ട് കർത്താവിനെ അനുഗമിക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ കർത്താവ് പറയാണ് അതൊരു കുറവാണ്. നീ ന്യായപ്രമാണം എല്ലാം അംഗീകരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, ഇത് നിനക്കൊരു കുറവാണ്. അപ്പൊ ഇവർ വളരെ ദുഃഖിച്ച് കടന്നുപോയി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാര് കർത്താവ് സംസാരിക്കുകയാണ്. ധനവാൻ ഒട്ടകം സൂചിക്കുഴയിലൂടെ പോകുന്നതിനേക്കാളും പ്രയാസമാണ് ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പൊ ന്യായമായിട്ടും കർത്താവ് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ലോകത്തുള്ള ധനവാന്മാരാരും സ്വർഗത്തിൽ പോവുകയില്ല. കേൾക്കുന്നുണ്ടോ? ശരിക്കും അവര് സ്വർഗത്തിൽ പോകണമെങ്കിൽ അതിനു മുമ്പ് ഒട്ടകം ഒരു സൂചിയുടെ കുഴയിലൂടെ കയറി ഇറങ്ങിപ്പോണം. സംഗതി ചുറ്റിയോ? അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ച് ധനവാന്മാരായവർ എന്ത് ചെയ്യും? അപ്പോ ശിഷ്യന്മാർ അവിടെ നിന്ന് ചോദിക്കുകയാണ്. ശിഷ്യന്മാരാകെ വേർത്തു. കാരണം സഭ നിലനിന്ന് പോകുന്ന ഈ ധനവാന്മാരായ വിശ്വാസികളുള്ളതുകൊണ്ടാണ്. അപ്പൊ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഇങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെടാൻ ആർക്കും? അല്ല, ശരിയല്ല ഞാൻ പറഞ്ഞു. സഭ നിലനിന്ന് പോകുന്നത് വിലയേറിയ ആത്മാക്കൾ വരുമ്പോഴല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ സഭ നിലനിന്ന് പോകുന്നത്? അപ്പോ കർത്താവ് പറയാണ്, മനുഷ്യരാൽ അത് അസാധ്യം. ഇങ്ങോട്ടാണ് ഞാൻ എത്തിക്കാൻ ശ്രമിച്ചത്. മനുഷ്യരാൽ അത് അസാധ്യം, ദൈവത്താൽ സകലതും സാധ്യം. അപ്പോൾ ഒട്ടകത്തെ സൂചിക്കുഴയോടെ വലിച്ചു കയറ്റണമെങ്കിലും, അതായത് മനുഷ്യർക്ക് ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത, നമ്മളെ തന്നെ നോക്കി, ചേസിനെ പോലെ ഒരുത്തനെ സ്വർഗത്തിൽ യേശുക്രിസ്തുവിന്റെ തേജസ്സുമായിട്ട് ദൈവം ഇരുത്തണമെങ്കിൽ ഒട്ടക സൂചിക്കുഴയോടെ കയറുന്നതായിരുന്നു അതിനേക്കാൾ എളുപ്പം. കാരണം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ മാൻ ബട്ട് പോസിബിൾ ഫോർ ഗോഡ്. മനുഷ്യന്റെ രക്ഷയെ കുറിച്ച് പറയുന്നത് എപ്പോഴും അങ്ങനെയാണ്. നിങ്ങളെ തന്നെ നോക്കിയാൽ മതി, കണ്ണാടി നോക്കണം. എന്നിട്ട് എന്നെ പോലെ ഒരുത്തനെ യേശുവിന്റെ തേജസ്സും വിശുദ്ധിയുമായിട്ട് നീതിയുമായിട്ട് സ്വർഗത്തിൽ ഇരുത്തുന്നത് എങ്ങനെയാണ്? അപ്പൊ നമുക്ക് മനസ്സിലായി ഒട്ടകത്തെ സൂചിക്കുഴയോടെ വലിച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. അപ്പൊ ദൈവത്തിന് മാത്രം സാധിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് അവിടെ രക്ഷയെക്കുറിച്ച് പറയുന്നത്. അപ്പൊ നീതിയുടെ വെളിപ്പാട് വരുമ്പോഴേക്കും നമുക്ക് ശരിക്കും മനസ്സിലാവുന്ന ഒരു കാര്യം, വി ആർ സിന്നേഴ്സ് ആൻഡ് ഓൺലി ദ റൈച്ചസ് വിൽ പ്ലീസ് ദ ലോർഡ്. അതാണ്. അപ്പൊ നീതിമാനാകാനുള്ള പരിശ്രമം വരെ ഇൻഎഫക്റ്റീവ് ആണ്. കാരണം അത് മനുഷ്യരാൽ സാധ്യമല്ല, അത് ദൈവത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്തിട്ടല്ലാതെ, ക്രിസ്തു നമ്മിൽ വസിച്ച് ആ പ്രമാണം പൂർത്തീകരിച്ചിട്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അപ്പോസ്തലിക ഉപദേശം നമ്മളെ പഠിപ്പിക്കുന്നത്. വിത്തൗട്ട് ക്രൈസ്റ്റ് ഇൻഹാബിറ്റിംഗ് അസ്, വിത്തൗട്ട് ക്രൈസ്റ്റ് കമ്മിങ് ഡൗൺ ആൻഡ് ലിവിങ് ഇൻ അസ്, അവന്റെ ആത്മാവ് നമ്മിൽ അധിവസിക്കാതെ നമുക്ക് രക്ഷ ഉണ്ടാവുകയില്ല എന്നാണ് ശരിക്കും നമ്മളെ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതായത് ഇറ്റ്സ് ഇമ്പോസിബിൾ ഫോർ മാൻ ബട്ട് പോസിബിൾ ഫോർ ഗോഡ്. അപ്പൊ നമ്മൾ എന്താണ് കേട്ടത്? പ്രവാചകന്മാരിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ യേശുക്രിസ്തു പറഞ്ഞു തുടങ്ങിയത്, കർത്താവ് പറഞ്ഞു തുടങ്ങിയത് എന്തിനെ കുറിച്ചാണ്? ഹി സ്പോക്ക് അബൌട്ട് എ റൈച്ചസ്നെസ് ദാറ്റ് വാസ് ഇമ്പോസിബിൾ ടു അറ്റൈൻ ഫോർ എ ഹ്യൂമൻ ബീങ്. അത് പൗലോസ് എടുത്ത് പ്രസ്താവിക്കുന്നത് റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളിലാണ്. വളരെ പ്രശസ്തമായ വാക്യമാണ്, നമുക്കെല്ലാം പലർക്കും കാണാതെ അറിയാവുന്ന വാക്യമാണ്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഐ എം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. എനിക്ക് സുവിശേഷം പറയാൻ ലജ്ജയില്ല, നാണമില്ല. അതിന്റെ കാരണം
സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കാരണം എന്താണെന്നറിയോ? അത് വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദനും പിന്നെ യവനനും രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. അതുകൊണ്ടാണ് നാണമില്ലാത്തത്. പൗലോസ് പറയുന്നത്, നിങ്ങൾ പറയുന്ന ന്യായപ്രമാണം യഹൂദനെ രക്ഷിക്കും, പക്ഷെ ഞാൻ പറയും എന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്ന സുവിശേഷം യഹൂദനെ മാത്രമല്ല യവനെ രക്ഷിക്കും. ലോകത്തിലെ ഏതു പാപിയെ നീതീകരിക്കാൻ കഴിവുള്ള സുവിശേഷത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അപ്പൊ സുവിശേഷത്തിനകത്ത് എന്തുണ്ട്? എല്ലാവരെയും രക്ഷിക്കാനുള്ള ശക്തിയുണ്ട്. അത് യഹൂദനായാലും യവനനായാലും ഏത് നാട്ടുകാരനായാലും രക്ഷിക്കാനുള്ള ശക്തിയുണ്ട്. എന്തിനകത്തുണ്ട്? സുവിശേഷത്തിനകത്തുണ്ട്. അതാണ് കർത്താവ് പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ എന്താണ് ആ ശക്തി? അടുത്ത വാക്യം, അതിൽ ദൈവത്തിന്റെ നീതി, അതാണ് അതിന്റെ ശക്തി. മനുഷ്യരുടെ നീതി അല്ല, ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. ഈ വാക്യം, വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും എന്നുള്ള വാക്യം വളരെ വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. അതിനകത്ത് പ്രിപ്പോസിഷൻസ് 2 ആ വാക്യത്തിലുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റേഴ്സിന് ആ ഗ്രീക്ക് റെൻഡറിങ് ശരിക്കും പിടികിട്ടിട്ടില്ല. എന്നാൽ കിങ് ജെയിംസ് വേർഷൻ, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ, മലയാളം ബൈബിൾ, ഇങ്ങനെയുള്ള ലിറ്ററൽ ഇക്വലൻസ് ഉള്ള വേദപുസ്തകങ്ങളിലെല്ലാം അത് കൃത്യമായിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷനിൽ നിന്ന് ആ വാക്യം ഒന്ന് വായിക്കാം. മലയാളവും അത് തന്നെയാണ്, ESV അത് തന്നെ, ഒരേ കാര്യമാണ് പറയുന്നത്. നമുക്ക് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷനിൽ നിന്ന് വായിക്കാം. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഞാൻ വായിക്കാം. For I am not ashamed of the gospel. 16-17 വാക്യങ്ങൾ. For it is the power of God for salvation to everyone who believes, to the Jew first and also to the Greek. 17-ാം വാക്യം. For in it എന്ന് പറഞ്ഞാൽ in the gospel, അല്ലെ? ഗോസ്പലിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. For in the gospel the righteousness of God is revealed. ദൈവത്തിന്റെ നീതി വെളിപ്പെടും. അപ്പൊ ഇതുവരെയുള്ള മനുഷ്യർക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു നീതിയായിരുന്നു. എന്നാൽ സുവിശേഷത്തിലൂടെ വെളിപ്പെട്ടു വന്നത് മനുഷ്യർക്ക് ഇമ്പോസിബിളും ദൈവത്തിന് മാത്രം പോസിബിളുമായിട്ടുള്ള ഒരു നീതിയാണ്. അപ്പൊ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടപ്പോൾ, for in it the righteousness of God is revealed from faith for faith. ആ 2 പ്രിപ്പോസിഷൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. വിശ്വാസം ഹേതുവായും, ഫ്രം ഫെയ്ത്ത്, വിശ്വാസത്തിനായിക്കൊണ്ടും, ഫോർ ഫെയ്ത്ത്. പല NIV പോലുള്ള ബൈബിളുകളില്, ഞാൻ NIV ഇങ്ങനെയാണോന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, മിക്കവാറും ഈ ഡൈനാമിക് ഇക്വലൻസ് ഉള്ള പല ബൈബിളുകളിലും ഫ്രം 1 degree of faith to another degree of faith എന്നും ഫ്രം ഫസ്റ്റ് ടു ലാസ്റ്റ് എന്നൊക്കെയൊക്കെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇവിടെയുള്ള 2 പ്രിപ്പോസിഷൻസ് അത് ശരിക്കും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് വിശ്വാസത്താലുള്ള നീതി? ആ 2 പ്രിപ്പോസിഷൻസ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. ഓക്കെ, സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഓൾറൈറ്റ്. അപ്പോൾ റൈച്ചസ്നെസ്, ദൈവത്തിന്റെ നീതി വെളിപ്പെടുകയാണ്. അതാണ് ആദ്യം സംഭവിക്കുന്നത്. സുവിശേഷത്തിന്റെ പ്രസംഗമാണ്. പ്രസംഗം കേൾക്കുമ്പോഴാണല്ലോ വിശ്വാസം ഉണ്ടാകുന്നത്, അല്ലെ? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? അപ്പൊ ആദ്യം സംഭവിക്കുന്ന സുവിശേഷത്തിന്റെ കേൾവിയാണ്. അപ്പൊ സുവിശേഷം കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മനുഷ്യരുടെ നീതിയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അത് പ്രവർത്തിക്കാനാണ്. ഉദാഹരണത്തിന്, ഇപ്പൊ ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് പണ്ട് പറ്റുന്നൊരു വലിയ മിസ്റ്റേക്ക് ആയിരുന്നു. ഞാൻ കുഞ്ഞുങ്ങളെടുത്ത് വളർത്തിയ കഥയൊക്കെ പറയുമായിരുന്നു. അപ്പൊ പലപ്പോഴും ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും, എന്റെ ദൈവമേ, ഈ മനുഷ്യൻ എത്ര ഭയങ്കര നല്ലവനായ മനുഷ്യനാണ്, ഞാൻ ഈ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് വളർത്തി എന്നൊക്കെ പറയുമ്പോൾ, അഡോപ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് അങ്ങനെ ചിന്തിക്കുമായിരുന്നു. അപ്പൊ പലരും എന്നോടൊന്ന് പറയാൻ തുടങ്ങി, ബ്രദറെ, നിങ്ങളൊക്കെ ചെയ്യുന്ന വലിയ കാര്യമാണ്, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് വളർത്താൻ. എന്താ കാരണം? മനുഷ്യന്റെ നീതിയാണ്. അപ്പൊ മനുഷ്യന്റെ നീതിയാകുമ്പോൾ കാണുന്നവർക്ക് ഇംപ്രസ്ഡ് ആയാല് അവർ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് ചെയ്തേക്കാം എന്ന ഒരു പ്രവൃത്തിയിലേക്കാണ് പോകുന്നത്, അല്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് അധികം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. കാരണം ഈ കുഞ്ഞുങ്ങളെ വളർത്തി എന്നുള്ളത് ശരിയാണ്, പക്ഷെ അവരെ കർത്താവ് ആഗ്രഹിച്ചതുപോലെ സ്നേഹിച്ചോ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പല സമയത്തും ഞങ്ങൾ തോറ്റുപോയി.
ഈ സ്നേഹം എന്ന് പറയുന്ന വികാരം, നമ്മൾ അവർക്ക് ഒരേ ആഹാരം കൊടുത്താലും ഒരേ കൂടെ താമസിച്ച് ഒരേ സ്കൂളിൽ കൊണ്ട് ചേർത്ത് എല്ലാം അതുപോലെ തന്നെ സ്വന്തം മകൻ കൊടുക്കുന്ന അതുപോലെ തന്നെ ചെയ്താലും ദൈവത്തിന്റെ കണ്ണിൽ നോക്കുമ്പോൾ എന്റെ ദുർബലമായ ശരീരത്തിൽ ഞാൻ എത്ര വിചാരിച്ചാലും അവരെ എനിക്ക് എന്റെ മകനെ പോലെയോ അല്ലെങ്കിൽ യേശു എന്നെ സ്നേഹിച്ച പോലെ സ്നേഹിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഞങ്ങൾ മാക്സിമം മാനേജ് ചെയ്തു മാനുഷികമായിട്ട്. പക്ഷെ അവിടെ എല്ലാം ദൈവത്തിന്റെ കണ്ണിൽ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊന്നും പോരാ. ബിക്കോസ് ഹൗ ക്രൈസ്റ്റ് ലവ്ഡ് മീ, ആ ഒരു തലത്തിലേക്ക് എത്തും. അപ്പൊ ഞാൻ ഇത് എക്സാമ്പിൾ എല്ലാവരും പറയുന്നുണ്ട്. ബാഹ്യമായത് ആൾക്കാർ നോക്കുമ്പോൾ എന്താ കാണുന്നത്? കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തുന്നു. ഓ ഹൗ ഇംപ്രസീവ്, വാട്ട് എ മാൻ, വാട്ട് കൈൻഡ്നെസ് എന്നൊക്കെ ആൾക്കാർ ചിന്തിക്കും. പക്ഷെ അകത്തേക്ക് നോക്കുമ്പോൾ ഇതെനിക്ക് ആർക്കും കാണിച്ചു തരാൻ പറ്റില്ല. ആ സ്ട്രഗിൾസിനെ എങ്ങനെ ഓവർകം ചെയ്തെന്ന് കാണിച്ചു തരാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അപ്പോൾ ബാഹ്യമായ മനുഷ്യരാൽ പോസിബിളായ ഒരു നീതിക്ക് വേണ്ടി അല്ല സ്ട്രഗിൾ ചെയ്യുന്നത്. ദൈവം എന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു നീതിക്ക് വേണ്ടിയാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. മാനുഷികമായ ഒരു നീതിയിലേക്ക് പോകണമെങ്കിൽ ഞാൻ കുറച്ച് പ്രവൃത്തികൾ ചെയ്താൽ മതി. പക്ഷെ ദൈവത്തിന്റെ നീതിയിലേക്ക് പോകണമെങ്കിൽ എന്റെ ഉള്ളിൽ വിശ്വാസത്താൽ ക്രിസ്തു വസിക്കണം. അപ്പൊ ഇത് രണ്ടും രണ്ട് സിസ്റ്റമാണ്. അപ്പം നമ്മളിൽ ഉണ്ടാകുന്ന അനുസരണം, നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നത് not because it's an obligation, but because Christ is living in me by faith. അതിനെയാണ് റോമാലേഖനത്തിൽ വിശ്വാസത്തിന്റെ അനുസരണം എന്ന് പറയുന്നത്. അപ്പൊ മാനുഷികമായൊരു നീതി നമുക്ക് എപ്പോ നമ്മുടെ മുമ്പിൽ പ്രസന്റ് ആയാലും we are prompted to work, we are inspired to work. പക്ഷെ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടപ്പോൾ അതെങ്ങനെയാണ് വെളിപ്പെട്ടത്? ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടപ്പോൾ അത് നമ്മളിൽ വിശ്വാസത്തിനായിട്ടാണ് വെളിപ്പെട്ടത്. അതായത് ഞാൻ വിശ്വസിക്കുകയാണ് മനുഷ്യരാൽ അസാധ്യം എന്നാൽ ദൈവത്താൽ അത് സാധ്യം എന്ന് വിശ്വസിക്കാൻ വേണ്ടിയാണ് ആ നീതി വെളിപ്പെട്ടതെന്നാണ്. ദാറ്റ് മീൻസ് ഫ്രം റൈച്ചസ്നെസ് വി റിസീവ്ഡ് എ ഫെയ്ത്ത്. അപ്പോൾ ഇഫ് ഇറ്റ് വേർ ഹ്യൂമൻ റൈച്ചസ്നെസ്, മാനുഷികമായ നീതി ആയിരുന്നുവെങ്കിൽ നമ്മളിൽ വിശ്വാസമല്ല ഉണ്ടാകുന്നത്, ഇമിറ്റേഷൻ ആണ് ഉണ്ടാകുന്നത്. എന്നാൽ ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്, കർത്താവെ നീ സഹായിച്ചിട്ടല്ലാതെ ഞാൻ എന്ത് ചെയ്യും, കർത്താവെ നീ എന്നിൽ വന്ന് വസിക്കണമേ, നീ എന്റെ രാജാവും കർത്താവുമായിരിക്കണമേ എന്നുള്ളൊരു നിലവിളിയാണ് ഈ നീതി എന്നിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ പൗലോസ് പറയാണ് ദൈവത്തിന്റെ നീതി എന്ത് ചെയ്തെന്നറിയോ? ഇത് കേട്ടവരുടെ എല്ലാം ഉള്ളിൽ, സുവിശേഷം കേട്ടവരുടെ എല്ലാം ഉള്ളില് വിശ്വാസം ഉണ്ടായി. എന്താണ് വിശ്വാസം? ഞാനല്ല, ക്രിസ്തു അത്രേ, എന്നാലല്ല കർത്താവിനാൽ എന്നുള്ളതാണ് ഫെയ്ത്ത്. ആ ഫെയ്ത്തിന്റെ നിർവചനങ്ങളൊക്കെ ബൈബിളിൽ ഒത്തിരി സ്ഥലത്തുണ്ട്. രക്ഷാകരമായ വിശ്വാസം എന്താണ് എന്നുള്ളത്. അത് വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ചില വാക്യങ്ങളുണ്ട്. നമ്മൾ എബ്രായർ 11 വരുമ്പോഴേക്കും വിശദമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഈ കർത്താവ് പറഞ്ഞു തുടങ്ങിയതും അതിനുശേഷം അടയാളങ്ങളാൽ നമുക്ക് സ്ഥാപിച്ചു കിട്ടിയതുണ്ട്. ഓക്കെ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ആ ഫ്രം ഫെയ്ത്ത് ഞാൻ പറഞ്ഞല്ലോ, ആ വിശ്വാസം അല്ല, ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും, ഫ്രം ഫെയ്ത്ത് ആൻഡ് ഫോർ ഫെയ്ത്ത്. അപ്പം ശരിക്കും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ നീതിയുടെ പ്രസംഗം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടാകും. ആ വിശ്വാസത്തിലൂടെ നമ്മൾ അതേ നീതിയെ കൈവശപ്പെടുത്തുന്നു. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, for in it the righteousness of God is revealed from faith to faith, as it is written, the righteous shall live by faith. അപ്പോൾ ഇവിടെ പറയുന്നത് നീതിയാൽ ഒരു വിശ്വാസവും വിശ്വാസത്താൽ ഒരു നീതിയും. ഓക്കെ, നീതിയാൽ നമുക്ക് വിശ്വാസം ഉണ്ടാവുകയും വിശ്വാസത്താൽ അതേ നീതി നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ നീതിയെ കൈവശമാക്കാനുള്ള വിശ്വാസം നമുക്ക് ലഭിക്കുന്നത് ഈ നീതിയാൽ തന്നെയാണ്. ഓക്കെ, നമുക്ക് ഇതിന് പാരലായിട്ട് വേറൊരു വാക്യം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എന്താ പറയുന്നത്? യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ഫ്രം
എ ഫെയ്ത്ത് ഫ്രം റൈച്ചസ്നസ്. നീതിയിൽ നിന്നുണ്ടാകുന്ന വിശ്വാസം. അങ്ങനെയല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ് നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ആ നീതി വെളിപ്പെട്ടപ്പോൾ ഞങ്ങൾക്കുണ്ടായ, ആ സുവിശേഷം കേട്ടപ്പോൾ ഞങ്ങൾക്കുണ്ടായ അതേ വിലയേറിയ വിശ്വാസം ഉണ്ടായവർക്ക് എഴുതുന്നത്. അപ്പോൾ കർത്താവിന്റെ നീതിയുടെ മുൻപിൽ ഞാൻ തകരുകയും ഇയ്യോബിനെ പോലെ അനുതപിക്കുകയും നിലവിളിക്കുകയും. എത്ര നീതിമാനാന്ന് വിചാരിക്കുന്ന ആളും അനുതപിക്കുകയും നിലവിളിക്കുകയും, കർത്താവെ നിന്റെ ജീവനല്ലാതെ, നിന്റെ ജീവനിലല്ലാതെ എനിക്കിത് കഴിയില്ലല്ലോ എന്നുള്ള നിലവിളി, ആ നിസ്സഹായ അവസ്ഥ, മനുഷ്യരിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് നോക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ആ ഒരു ഉപദേശമാണ് ശരിക്കും ദൈവത്തിന്റെ പത്യോപദേശം, അപ്പോസ്തലിക ഉപദേശം എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞു തുടങ്ങിയത്. പിന്നെ എന്താ സംഭവിച്ചെന്ന് നോക്കി. എബ്രായ ലേഖനം 2-ാം അധ്യായം. ഓക്കെ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും. അപ്പൊ നിസ്സാരമായതല്ല. പഴയ നിയമത്തിന്റെ അനുസരണക്കേടിന് തന്നെ വലിയ ശിക്ഷ ദൈവം കൊടുക്കുമെങ്കിൽ പുതിയ നിയമത്തിന്റെ, അതായത് യേശു ക്രിസ്തുവിന്റെ വായാൽ തുടങ്ങുകയും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ഉറപ്പിക്കുകയും അതോടൊപ്പം വിശ്വസിക്കുന്നവരിലെല്ലാം ആത്മാവിനെ നൽകിക്കൊണ്ട് മുദ്രയിടുകയും ചെയ്ത ആ ഒരു ഉപദേശം നിങ്ങൾ അവഗണിച്ച് കളഞ്ഞ, അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ നിങ്ങൾ അവഗണിച്ച് കളഞ്ഞ, നിങ്ങൾ എങ്ങനെ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടും എന്നുള്ളതാണ് ലോകത്തിൽ. There's no other way. The church of 21st century should get back to the apostolic doctrine. 10,000 നല്ല പ്രസംഗങ്ങളിലേക്കല്ല, അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളിലേക്കും ക്രിസ്തുവിന്റെ ആശ്രയത്തിലേക്കും ദൈവാശ്രയത്തിലേക്കും നമ്മൾ മടങ്ങി വന്നില്ലെങ്കിൽ we will be lost. കാരണം നമ്മൾ വളരെയധികം ഒഴുകിപ്പോയിട്ടുണ്ട്. ഈ ആദവും ഹവ്വയും പാപം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തെ ആശ്രയിക്കുന്നതിൽ നിന്ന് അവരെ മാറി സ്വന്തം ആശ്രയത്തിലേക്ക് തിരികെയാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുമ്പോൾ അവന് ആത്മാവ്, ദേഹി, ദേഹം 3 ഭാഗങ്ങളുണ്ട്, അല്ലെ? അപ്പോ ആദവും ഹവ്വയും പാപം ചെയ്യുന്നതിന് മുമ്പ് അവൻ ആത്മാവിൽ ദൈവവുമായിട്ട് ഉള്ള സംസാരങ്ങൾ അവൻ അറിയാം, ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്. അപ്പോ ദൈവത്തിനെ മാത്രമാണ് അറിയുള്ളൂ, നന്മ തിന്മയൊന്നും അറിയില്ല. ഇപ്പൊ 2 ഷർട്ട് കണ്ടാൽ ഇതിൽ ഏത് വാങ്ങിക്കണമെന്ന് അവൻ അറിയത്തില്ല, നന്മ തിന്മ അറിയത്തില്ല. അവൻ ആകെ അറിയാവുന്ന ദൈവത്തിന് എന്താ ഇഷ്ടമെന്ന്. പിശാച് ഉണ്ടെന്ന് പറയാണ്, നീ എന്ത് ചെയ്യണമെങ്കിലും ദൈവത്തെ ഇത് ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ ദാറ്റ് കേസ് യു ആർ എ സ്ലേവ് ഇൻ ദാറ്റ് സെൻസ്. അപ്പൊ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവം എല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നത്. കാരണം എന്താ? അവന് നല്ലത് ചെയ്തതെന്ന് അറിയാം. ഓരോ സൃഷ്ടി കഴിയുമ്പോഴും അവൻ പറഞ്ഞു നല്ലത് നല്ലത് നല്ലതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ നിനക്കത് അറിയത്തില്ല, അതുകൊണ്ട് നീ ദൈവത്തെ പോലെ അല്ല. അതുകൊണ്ട് ഞാനൊരു പണി ചെയ്യാം, ഈ പഴം നിനക്ക് തരാം, ഈ പഴം നീ തിന്നു കഴിഞ്ഞാൽ നീ ദൈവത്തെ പോലാവും എന്ന് പറഞ്ഞാൽ നിനക്ക് നന്മ തിന്മകളെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവും. ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവുണ്ടായി പിന്നെ നമുക്ക് വേറെ ആരെയും ആവശ്യമില്ല, അല്ലെ? രാവിലെ എഴുന്നേറ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, എന്തുണ്ടാക്കണം ദൈവത്തോട് ചോദിച്ചോ? ആവശ്യമില്ല. ഇഡ്ഡലിയോ ദോശ വേണം, നമുക്കറിയാം നന്മ എന്താണ് നല്ലത്. അതത്ര ശരിയായില്ല ബ്രദറെ, പാട്ട് പാടി അതിന്റെ സംഗതി ശരിയായില്ല എന്ന് പറയാൻ നമുക്ക് ആത്മാവൊന്നും വേണ്ട. ഇത് കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ ഈ പ്രസംഗം നല്ലതായിരുന്നു കേട്ടോ, ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ ആത്മാവൊന്നും വേണ്ട. ഓ അത്ര അങ്ങോട്ട് ശരിയായില്ല എന്ന് പറയാനും ആത്മാവ് വേണ്ട. ഇതൊക്കെ നമ്മുടെ സോളിൽ പ്രോസസ്സിങ് നടന്നോളാം. അതാണ് ആ പഴം ഉണ്ടാക്കിയ പ്രത്യേകത. കാരണം ആത്മാവിന്റെ സഹായം ഇല്ലാതെ ജീവിക്കാം. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ചെയ്ത് കാണും, അല്ലെ? ഇതിലൊന്നും നമുക്ക് ദൈവത്തിന്റെ ആവശ്യമില്ല. വി ഡിഡ്ന്റ് നീഡ് ഗോഡ്. നമുക്ക് ബുദ്ധി ഉണ്ടല്ലോ, അല്ലെ? അപ്പൊ നമുക്കെല്ലാം തീരുമാനങ്ങൾ എടുക്കാം. അപ്പൊ സോളിലാണ് അതെല്ലാം തീരുമാനം. നന്മ തിന്മകളുടെ തിരിച്ചറിവെല്ലാം നടക്കുന്ന നമ്മുടെ പ്രാണനിൽ, ആത്മാവിലല്ല. നല്ല പാസ്റ്റർ, നല്ല സഭ, നമ്മളെല്ലാം അങ്ങനെയല്ലേ പറയുന്നത്. നല്ല ഫുഡായിട്ടോ ഹോട്ടലിലെ, ആത്മാവാണോ പറഞ്ഞത്? അല്ല, സോൾ. സോളിന് അങ്ങനെ പല പവറുകളുണ്ട്. അപ്പോ പിശാച് അവനെ നിർബന്ധിച്ചത് സോളിൽ ജീവിക്കാനാണ്. അപ്പൊ ഫ്രീയാ, ദൈവം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആത്മാവിലാണെങ്കിലും ദൈവത്തെ അറിഞ്ഞ് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അതിനെ ജീവൻ എന്ന് പറയുന്നത്, അത് അവന് നഷ്ടപ്പെട്ടു. അപ്പൊ സോളിൽ ജീവിക്കുമ്പോൾ നന്മയുണ്ട് തിന്മയുണ്ട്. നല്ല സോൾ മനുഷ്യരുണ്ട്, വളരെ മോശം സോൾ മനുഷ്യരും ഉണ്ട്. ഈ സോളിനകത്ത് നന്മയുണ്ട് തിന്മയുണ്ട്. അത് അവന്റെ അനാലിസിസ് എങ്ങനെയാണ് അതുപോലെ ഇരിക്കും.
അവന്റെ ശരീരത്തിന്റെ ഹോർമോണുകൾ, അതുപോലെ അവന്റെ ചിന്തകൾ, അവൻ വളർന്നു വന്ന എൻവയറൺമെന്റ്, ഇതെല്ലാം ആസ്പദമാക്കിയാണ് അവന്റെ സോൾ കണ്ടീഷൻ ഉണ്ടാകുന്നത്. ആത്മാവ് പ്യുവർലി ദൈവത്തിന്റെയാണ്. അപ്പൊ പഴം പറിച്ചു തന്നു കഴിഞ്ഞ ഉടനെ അവന് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കട്ടായി. പിന്നെ അവനുള്ളത് ഈ നന്മ തിന്മകളുടെ അറിവാണ്. നല്ല പ്രസംഗം, നല്ല സഭ, അങ്ങനെയാണ്. നല്ല പാസ്റ്റർ, ഇത് ദൈവം പറഞ്ഞാണോ ദൈവം അയച്ചിട്ടാണോ മനുഷ്യൻ വന്നത് അതൊന്നും അറിയാൻ പറ്റില്ല. നല്ല ഇഷ്ടപ്പെട്ടു, എനിക്ക് നല്ലതായിരുന്നു കേട്ടോ കൊണ്ടുപോയി. ഇതാണ് സോളിഷ് മാൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ പിള്ളേരെ നോക്കുമ്പോൾ പലപ്പോഴും ആഗ്രഹിക്കില്ല, ഈ പിള്ളേര് വളർന്ന് വലുതായി സ്വന്തം കാലിൽ നിന്ന് ഒരു 5 അക്ക ശമ്പളമല്ല, 5 അക്ക ശമ്പളം എന്നൊരു ശമ്പളമല്ല, 6 അക്ക ശമ്പളമൊക്കെ വാങ്ങിച്ച് അപ്പന്റെ അമ്മ കൊണ്ടുപോയി കൊടുക്കും. അതാണ് വളർച്ച. അതേസമയം ഒരു 40 വയസ്സായി കഴിയുമ്പോഴും പപ്പ എനിക്കൊരു ചോക്ലേറ്റ് മേടിച്ചോട്ടെ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ചെങ്കിൽ ഇമ്മച്യൂർ നമ്മൾ പറയും. എല്ലാത്തിനും അപ്പനോട് ചോദിക്കണമെങ്കിൽ അത് എന്താ പറയുന്നത്, ഒരു വളർച്ചക്കുറവായിട്ടാണ് നമ്മൾ പറയുന്നത്. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ അങ്ങനെയല്ല. കർത്താവിന് മുമ്പിൽ വളർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മെച്യൂരിറ്റി. യേശു കർത്താവ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ശരിക്കുള്ള സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. എനിക്ക് ഈ പ്രസംഗം നിങ്ങളോട് പറയണമെങ്കിൽ കർത്താവ് ഇല്ലാതെ പറ്റരുത്, അതിനാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. എനിക്ക് ഒരാളോട് എന്റെ പിള്ളേരോട് സംസാരിക്കണമെങ്കിൽ കർത്താവ് ഇല്ലാതെ പറ്റരുത്. എന്റെ ഭാര്യയോട് ഇടപെടണമെങ്കിൽ കർത്താവ് ഇല്ലാതെ പറ്റരുത്. അവിടെ ആ കർത്താവ് ഇല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത നിസ്സഹായാവസ്ഥയാണ് ശരിക്കും ഗ്രോത്ത് എന്ന് പറയുന്നത്, ക്രിസ്ത്യൻ ഗ്രോത്ത്. നമ്മൾ വളർന്ന് യേശു ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് വളരുന്നത്. അപ്പൊ ശരിക്കും ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വളർന്നു വരേണ്ട ഒരു കാര്യമാണ്. അപ്പൊ സോളിഷ് ലിവിംഗിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? ഓൺലി ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആത്മാവിനെ നൽകിയാണ് ഈ രക്ഷ ഉറപ്പിച്ചിരിക്കുന്നത്. ഇറ്റ്സ് മെയ്ഡ് പോസിബിൾ ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനല്ലാതെ, ദൈവത്താലല്ലാതെ നടക്കില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലിക ഉപദേശം എന്ന് പറയുന്നത് വളരെ നിർണായകമായിരിക്കും. ദാറ്റ്സ് യുണീക്ക് ഫ്രം ഓൾ അതർ ഫിലോസഫീസ് ഓഫ് ദിസ് വേൾഡ്. ഓക്കെ, നമുക്ക് ഉറപ്പിച്ചു തന്നതുമായി ഈ വലിയ രക്ഷ, ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? അപ്പം അത്ര എവിഡൻസ് ആയിരുന്നു ഗോസ്പലിനുണ്ട്, പ്രൂവൺ ആയിരുന്നു, അതിനകത്തൊരു സംശയം ആർക്കും ഉണ്ടായിരുന്നില്ല. സുവിശേഷം അത്ര ക്ലിയർ ആയിട്ട് പ്രസംഗിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, 5-ാം വാക്യം നോക്കിയേ. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വി ആർ ഗോയിങ് ഓൺ ടു എ തിയോളജിക്കൽ ഡിസ്കോഴ്സ്. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം. അപ്പൊ സുവിശേഷത്തിനകത്ത് നമ്മൾ എപ്പോഴും പ്രസ്താവിക്കുന്ന എന്താണ്? ഒരു ഭാവി ലോകത്തെയാണ്. അപ്പൊ അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഭാവി ലോകത്തെയാണ് കുറിക്കുന്നത്. an age to come. ഓക്കെ, വരാനിരിക്കുന്ന കാലം, വരാനിരിക്കുന്ന ലോകം, വരാനിരിക്കുന്ന രാജ്യം. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലോ കീഴ്പ്പെടുത്തിയത്. അതായത് ഇനി വരാൻ പോകുന്ന ഭാവി ലോകം ഭരിക്കുന്നത് ദൂതന്മാരല്ല. അപ്പൊ ദൂതന്മാരാണോ വലുത്, നമ്മളാണോ വലുത്? 1-ാം അധ്യായത്തിൽ നമ്മൾ ഇന്നലെ വായിച്ചു വിട്ട ചില കാര്യങ്ങളുടെ ഉത്തരവാണ് ഇപ്പൊ നമ്മൾ ഇത് 2-ാം അധ്യായത്തിലൂടെ കണ്ടെത്താൻ പോകുന്നത്. ദൂതന്മാരാണോ വലുത്, നമ്മളാണോ വലുത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലോ കീഴ്പ്പെടുത്തിയത്. അടുത്ത വാക്യം നോക്കിയേ. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. അപ്പൊ മനുഷ്യനാണോ ദൂതനാണോ വലുത്? ഇവിടെ നോക്കിയാൽ ദൂതന്മാരാ വലുത് അല്ലെ? എന്താ പറഞ്ഞേക്കുന്നേ? നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. അടുത്ത വാക്യം. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന്. അത് യേശുക്രിസ്തുവിനെ കുറിച്ചല്ല പറയുന്നത്. ഒരു സാധാരണ മനുഷ്യന്റെ മകനായ ഒരുത്തനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രമുണ്ട്? അവനൊന്നുമില്ല. ദൂതന്മാർ ഭയങ്കരന്മാരാണ്. പക്ഷെ ദൈവത്തിന്റെ കൃപ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നുമില്ലാത്ത മനുഷ്യർക്കാണ് അവൻ ഈ ഭാവി ലോകത്തെ കീഴ്പ്പെടുത്തിയത്. ഓക്കെ, മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? അപ്പൊ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ദൂതന്മാരെക്കാളും താഴെയാണ് മനുഷ്യരുടെ ഇന്നത്തെ അവസ്ഥ. അടുത്ത വാക്യം നോക്കിയേ. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു.
നിന്റെ കൈകളുടെ പ്രവൃത്തിക്ക് നീ അവനെ അധിപതിയാക്കി, സകലവും അവന് കാൽക്കീഴാക്കിയിരിക്കുന്ന ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവന് കീഴാക്കിയതിനാൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല, എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി. ക്രിസ്തുവിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ടീച്ചിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി അവന് തേജസ്സും ബഹുമാനവും അണിയിച്ച്. ഓക്കെ, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ച് ദൈവത്തിന്റെ കൈകളുടെ എല്ലാ പ്രവൃത്തികൾക്കും ഈ ദൂതന്മാരെക്കാളും താഴ്ത്തി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ അവൻ അധിപതിയാക്കി. എന്ന് പറഞ്ഞാൽ ദൈവം ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യന് സൃഷ്ടിയുടെ മേൽ ഒരു ആധിപത്യം ഉണ്ടായിരുന്നു. ഹി വാസ് ദ ക്രൗൺ ഓഫ് ഗോഡ്സ് ക്രിയേഷൻ. ഞാൻ ഇങ്ങനെ സങ്കല്പിക്കുന്നത്, സാധാരണ ഒരു പുലിയോട് എന്ന് പറയാണ് മനുഷ്യൻ പറയാം ഇങ്ങ് വാടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലി ഓടിച്ചില്ലും. കാരണം മനുഷ്യന് ആധിപത്യമുണ്ട് മൃഗങ്ങളുടെ മേൽ, പ്രകൃതിയുടെ മേൽ ആധിപത്യമുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടി മനുഷ്യനാണ്. പക്ഷെ അവൻ ദൂതന്മാരെക്കാളും താഴ്ന്നവനാണ്. എന്നാൽ അവനെ സൃഷ്ടിയുടെ എല്ലാം മുകളിൽ ദൈവം വെച്ചു. അടുത്ത വാക്യം നോക്കി, സകലവും അവന്റെ കാൽക്കീഴിലാക്കിയിരിക്കുന്നു. എന്നിട്ടും അങ്ങനെ എല്ലാം ഇപ്പം ഈ മനുഷ്യന് കീഴടങ്ങിയിരിക്കുന്നതായി കാണുന്നില്ല. നമുക്കറിയാം, സൃഷ്ടി മുഴുവൻ കീഴടങ്ങിയിരിക്കുകയാണെങ്കിൽ ഇന്നൊരു പാറ്റയെ കണ്ടാൽ ഓടേണ്ട അവസ്ഥയിലാണ് മനുഷ്യൻ. ഒന്നും ഇവന് കീഴടങ്ങിയിരിക്കുന്നതായിട്ട് ഇന്ന് കാണുന്നില്ല. പ്രകൃതി ഉൾപ്പെടെ എല്ലാം ഇവന്റെ തലയിൽ കയറിയിരിക്കുന്നവരാണ് ഇന്ന് കാണുന്നത്. അതായത് ഇന്ന് സകലത്താലും ഇവൻ നിയന്ത്രിക്കപ്പെടുന്നത്. കൊറോണ വൈറസ് ഒരു കുഞ്ഞു സാധനം മനുഷ്യനെ പെടാപ്പാടുപെടുത്തിക്കൊണ്ടിരിക്കുക. ഒന്നും ഇവന് കീഴടങ്ങുന്നില്ല, അങ്ങനെ കാണുന്നില്ല. പക്ഷെ ദൈവം ശരിക്കും ഇവനെ ഇതിനെല്ലാം അധിപതിയായിട്ട് വെച്ചവനാ. ഇപ്പൊ കണ്ണിന് പോലും കാണാത്തൊരു വൈറസിന് പോലും ഇവനെ പേടിപ്പിക്കാവുന്ന അവസ്ഥയാണ്, ഭയപ്പെടുത്താവുന്ന, ഓടിപ്പിക്കാവുന്ന അവസ്ഥ. അപ്പൊ ഇതിനെല്ലാം അധിപതിയായിട്ടാണ് മനുഷ്യനെ വെച്ചതെങ്കിലും ഇതൊന്നും അവകാശമാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല അവനിപ്പം ഉള്ളത്. ഇതൊന്നും അവന് കീഴടങ്ങിയതായിട്ട് ഇപ്പൊ നമ്മള് കാണുന്നില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. എന്നിട്ട് എന്ത് സംഭവിച്ചെന്നറിയോ? എങ്കിലും, അങ്ങനെ കാണുന്നില്ലെങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പമൊരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന ദൂതന്മാരെക്കാളും അല്പമൊരു താഴ്ച വന്നതാ ആ താഴ്ച. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാണെന്നറിയാമോ ആ വാക്യം? ഒരു മിനിറ്റ്. എബ്രായ ലേഖനം 2-ാം അധ്യായം. ഓക്കെ, English Standard Version, verse 9. But we see him who for a little while was made lower than the angels. For a little while, കുറച്ചു നേരത്തെ. ദൂതന്മാരെക്കാൾ അല്പം ഒരു താഴ്ച വന്നെന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് അല്പം ഒരു താഴ്ച വന്ന എത്ര നേരത്തേക്കാണെന്നറിയോ? കുറച്ചു നേരത്തേക്ക് മരണം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ദൂതന്മാരെക്കാളും ഒരല്പം ഒരു താഴ്ച വന്നു. നമ്മൾ 1-ാം വാക്യം വായിച്ചപ്പം ഒരു കാര്യം വായിച്ച് നമുക്ക് ഇത്തിരി മനസ്സിലാകാതെ കിടന്ന ഒരു വാക്യമാണ് ഇപ്പോൾ ഇവിടെ ക്ലാരിറ്റിയിൽ വരുന്നത്. എന്താണെന്നറിയോ? 4-ാം വാക്യം, having become as much superior to angels as the name he has inherited is more excellent than theirs. എന്ന് പറഞ്ഞാൽ ദൂതന്മാരെക്കാളും ഉന്നതമായ നാമം അവന് കിട്ടി. എപ്പോഴാണ് കിട്ടിയെന്നറിയോ? ദൂതന്മാരെക്കാളും അല്പകാലത്തേക്ക് അല്പം ഒരു താഴ്ച വന്നവനായ ക്രിസ്തു മരണം അനുഭവിച്ചിട്ട് തിരിച്ചു ചെന്നപ്പോൾ ദൂതന്മാരെക്കാളും ഉന്നതമായ പൊസിഷനിലേക്ക് ചെന്നു എന്നാണ് 1-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പൊ നമ്മളെ എങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്? നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൂതന്മാരെക്കാളും താഴ്ന്നവനായിട്ട് തന്നെയാണ്, അല്ലെ? എന്നാൽ ക്രിസ്തു എങ്ങനെയുള്ളവനായിരുന്നു? ദൂതന്മാരെക്കാളും ഉന്നതനായിരുന്നു. ദൂതന്മാരെക്കാൾ ഉന്നതനായിരുന്ന ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ദൂതന്മാരെക്കാൾ അല്പം ഒരു താഴ്ച വന്നവനായി ഈ ഭൂമിയിൽ വസിച്ച് നമ്മളെ രക്ഷിച്ച് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമം ദൂതന്മാരുടെ നാമത്തിന് മുകളിലാണ്. അപ്പൊ നമ്മൾ എവിടെ ആയിരിക്കും? ദൂതന്മാരുടെ മുകളിലായിരിക്കും. കാരണം ക്രിസ്തുവിന്റെ ആ പൊസിഷൻ,
വിത്ത് റെസ്പെക്ട് ടു മാൻ, ആ പൊസിഷനെയാണ് ഇവിടെ പറയുന്നത് ദൂതന്മാരെക്കാൾ ഉന്നതമായത്. വിത്ത് റെസ്പെക്ട് ടു ഗോഡ് അവൻ എപ്പോഴും മഹിമയുടെ വലതുഭാഗത്താണ്. എന്നാൽ വിത്ത് റെസ്പെക്ട് ടു മാൻ നമ്മൾ അവനെ അനുഭവിക്കുന്ന ദൂതന്മാരെക്കാളും ഉന്നതമായ ആ മനുഷ്യന് ലഭിക്കാവുന്ന തേജസ്സിന്റെ ആ കമ്മ്യൂണിക്കേഷനിലാണ് നമ്മൾ കർത്താവിനെ അനുഭവിക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഹീസ് ഗോഡ്. അപ്പോൾ ആ ദൈവം എന്ത് ചെയ്തു? ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അറ്റ് ദ ടൈം ഓഫ് ഹിസ് ഇൻകാർണേഷൻ ഹി വാസ് മെയ്ഡ് ലോവർ ദാൻ ദ ഏഞ്ചൽസ് ഫോർ എ ലിറ്റിൽ വൈൽ. എന്തിനാ? മരണം ആസ്വദിക്കാൻ വേണ്ടി, നമുക്ക് പകരം മരണം ആസ്വദിക്കാൻ വേണ്ടി അവൻ ദൂതന്മാരെക്കാളും അല്പം ഒരു താഴ്ച സ്വീകരിച്ചു ഇൻ ഹിസ് ബോഡി. എന്തിന്? അവൻ ആ മരണം ആസ്വദിക്കാൻ വേണ്ടി. എന്നിട്ട് അവൻ മരിച്ച ശേഷം അവിടെ പറയാണ് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നമ്മൾ കാണുന്നു. ഓക്കെ, അപ്പോൾ ദൂതന്മാരെക്കാളും അല്പം ഒരു താഴ്ച വന്നവനായ ക്രിസ്തു എന്നോട് പറയുന്നു. 9ാം വാക്യം പറയുന്നു, but we see him who for a little while was made lower than the angels, namely Jesus, crowned with glory and honor because of the suffering of death, so that by the grace of God he might taste death for everyone. അപ്പൊ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കാൻ. ഈ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കാൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ദുരുപദേശം സാധാരണ വരുന്നത്, ആദമിൽ എല്ലാവരും പാവികളായി മാറിയതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും നീതിമാന്മാരായി മാറി എന്നൊരു വാക്യം ബൈബിളിലുണ്ട്. അതനുസരിച്ച് ആളുകൾ പറയുന്നത് യേശുക്രിസ്തു മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും, ലോകത്തുള്ള എല്ലാവരും, യൂണിവേഴ്സൽ സാൽവേഷൻ, ലോകത്തുള്ള എല്ലാവരും രക്ഷപ്പെട്ടു എന്നാണ്. ആദമിലൂടെ ലോകത്തുള്ള എല്ലാവരും നശിച്ചുപോയി, എന്നാൽ ക്രിസ്തുവിലൂടെ ലോകത്തിലുള്ള എല്ലാവരും രക്ഷപ്പെട്ടു എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. നിങ്ങൾ അവരെ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടാവും. ഈ ഹൈപ്പർ ഗ്രേസ് എന്ന് പറയുന്ന ഒരു തിയോളജി അവിടെയാണ് എത്തിയത് അവസാനം. ഓക്കെ, അവര് പഠിപ്പിച്ച അങ്ങനെയാണ് യൂണിവേഴ്സൽ സാൽവേഷൻ. പ്രിയ സഹോദരങ്ങളെ, ശരിയാണ്, ആദമിലുള്ളവരെല്ലാം നശിച്ചുപോയി, ക്രിസ്തുവിലുള്ളവരെല്ലാം ജീവൻ വെച്ചു, ജീവനിലേക്ക് കടക്കുകയും ചെയ്തു. എല്ലാം എന്നുള്ള വാക്ക് ശരിയാ. പക്ഷെ ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദം മൂലം പാപികളായത് ആദമിൽ നിന്ന് വന്ന എല്ലാവരും, ക്രിസ്തു മൂലം നീതിമാന്മാരായത് ക്രിസ്തുവിലുള്ള എല്ലാവരും. അങ്ങനെയാണ് എല്ലാവരും. എങ്ങനെയാണ് ആദമിന്റെ ഇൻഹെറിറ്റൻസ് ആദമിക സന്തതിയിൽ കിട്ടിയത്? അവരെല്ലാം ആദമിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ്. ക്രിസ്തുവിന്റെ ഇൻഹെറിറ്റൻസ് ആർക്കാ കിട്ടുന്നത്? ആരെല്ലാം കർത്താവിലുണ്ടോ അവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവരും എന്ന് പറയുന്ന വാക്ക് ബൈബിളിൽ നമ്മൾ വളരെ സൂക്ഷിക്കണം. അത് വിശ്വാസികൾ മാത്രമാണ്. യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യമാണ്. അതിനുവേണ്ടി ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ചത്, പക്ഷെ ആരാ രക്ഷപ്പെടുന്നത്? അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തിന് നശിച്ചുപോയി. ഫെയ്ത്ത് ആണ്, ആ ഫെയ്ത്ത്ഫുള്ളിനെയാണ് അവിടെ എല്ലാവരും എന്ന് പറഞ്ഞിരിക്കുന്നത്. ആദമിലുള്ള എല്ലാവരും എന്ന് പറഞ്ഞാൽ ബയോളജിക്കലി ബോൺ, ക്രിസ്തുവിലുള്ള എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്താൽ ബോൺ. ആ എല്ലാവരും എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പൊ യേശു ക്രിസ്തു അവനിൽ തിരഞ്ഞെടുക്കപ്പെട്ട, അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കാനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. ആ കാരണത്താലാണ് അവൻ ദൂതന്മാരെക്കാളും അല്പം ഒരു താഴ്ച വന്നവനായി മാറിയത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ 9ാം വാക്യം, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണും. അപ്പോൾ ആ മരണത്തിലൂടെ അവൻ നേടിയെടുത്ത ഒരു തേജസ്സിനെ കുറിച്ച് ഇവിടെ പറയുന്ന മരണം അനുഭവിച്ചത് കൊണ്ടാണെന്നാ പറയുന്നത്, അല്ലെ? നിങ്ങൾ ആലോചിച്ചെങ്കിൽ ഈ ബൈബിളിൽ ഓരോ വള്ളിയും പുള്ളിയും പ്രിപ്പോസിഷനും എത്ര പ്രധാനമാണ്. ഇവിടെ പറയുന്ന അവൻ മരണം അനുഭവിച്ചത് കൊണ്ടാണ് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നമ്മൾ കാണുന്നത്. നമ്മൾ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ എന്താ കണ്ടത്? അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആയതുകൊണ്ട് അവൻ മഹിമയുടെ വലതുഭാഗത്തിൽ നിന്നാണ് കണ്ടത്. ഇവിടെ കണ്ടത് എന്താണ്? ഈ തത്വത്തിന്റെ മുദ്ര ആയതുകൊണ്ടൊന്നുമല്ല, മരിച്ചവനായതുകൊണ്ടെന്നാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്, അല്ലെ? അപ്പോൾ അവൻ മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ നാം മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണും. അപ്പൊ കർത്താവിന്റെ 2 പൊസിഷനെ കുറിച്ച് ഇവിടെ പറയുന്നത്, അല്ലേ? ആണോ? അതെ. ഒന്ന്,
ഇറ്റേണൽ പൊസിഷൻ, പിതാവിന്റെ മുദ്ര, ദൈവത്തിന്റെ തത്വത്തിന്റെ മുദ്രയും തേജസ്സിന്റെ പ്രഭയും സകലത്തെയും അവന്റെ കൈകളിൽ വഹിക്കുന്നവനും, അതാണ് ഇറ്റേണൽ ഗോഡ്, സൺ ഓഫ് മാൻ, സൺ ഓഫ് ഗോഡ്, സൺ ഓഫ് ഗോഡ്. എന്നാൽ ഇവിടെ നമ്മൾ തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായവനെ കാണുന്നത് അത് അവന്റെ മരണത്തിലൂടെ അവൻ നേടിയെടുത്തതാണ്. ഈ മരണത്തിലൂടെ നേടിയെടുത്തത് എന്താണ്? യേശുക്രിസ്തുവിന്റെ കൂടെ മരിച്ച രണ്ട് കള്ളന്മാരുണ്ട്. ഒരു കള്ളനെ നമ്മൾ നല്ല കള്ളൻ എന്ന് വിളിക്കും. എത്ര മാനസാന്തരപ്പെട്ടാലും ഹി റിമെയിൻസ് എ തീഫ്. കാരണം വേറൊന്നും പുള്ളിയെ കുറിച്ച് അറിയത്തില്ല, പേരറിയില്ല. പേരറിയെങ്കിൽ നമ്മൾ പേര് പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ കർത്താവിന്റെ കൂടെ മരിച്ച ആളാണ്, ഭയങ്കര വിശ്വാസിയാണ്. ബൈബിളിൽ ഇത്രയും വലിയ വിശ്വാസി ഞാൻ കണ്ടിട്ടില്ല, അത്ര ഭയങ്കര വിശ്വാസിയാണ് ഈ കർത്താവിന്റെ കൂടെ മരിച്ച നല്ല കള്ളൻ. പൗലോസ് ആണോ ഈ കള്ളനാണോ വിശ്വാസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കള്ളൻ എന്നേ പറഞ്ഞു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് മെഷർ ചെയ്യാനുള്ള സ്കെയിൽ നമ്മുടെ കയ്യിലില്ല. ഞാൻ പറഞ്ഞത് വിത്ത് അവൈലബിൾ ഇൻഫർമേഷൻ. അതിന്റെ കാരണം ഞാൻ പലപ്പോഴും എന്നെ ആ കള്ളനായിട്ട് സങ്കല്പിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ക്രൂശിൽ കിടക്കുകയാണ്, ഭയങ്കര വേദനയാണ്, പുറമെല്ലാം വലിച്ചു കീറി ഈ നമ്മുടെ റോമൻ കത്തോലിക്കര് ചിന്തയിലിട്ട് മിനുസപ്പെടുത്തി കൊണ്ടു നടക്കുന്ന ക്രൂശൊന്നും അല്ലത്. അത് മരം മുഴുവൻ ആരും മുള്ളും ഒക്കെയുള്ള സാധാരണ മരം. ഈ പുറം അതിനകത്ത് കിടന്ന് ഒരഞ്ഞ് യാണിയിൽ തൂങ്ങി ശ്വാസം വലിക്കണം. ലങ് കൊളാപ്സ്, ഉറപ്പായിട്ട് ലങ് കൊളാപ്സ് ആണ്. ഭയങ്കര പെയിൻ ആയിരിക്കും. ആ പെയിനിനിടയിലാണ് ഇവൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. മരണഭയം, ആ മരണഭയത്തിനിടയിലാണ് ഇവനൊരു കാര്യം മനസ്സിലാക്കുന്നത്. ഇവന്റെ അടുത്ത് കിടക്കുന്നവൻ ദൈവമാണ്, എന്തും ചെയ്യാൻ കഴിവുള്ളതാണ്. കാരണം താഴെ പറയുന്നുണ്ട് ഇവൻ ലാസറിനെ ഉയർപ്പിച്ചവനാണ്, എന്നിട്ടാണ് അവൻ ഇപ്പൊ ക്രൂശിൽ കിടക്കുന്നത്. ഇവൻ അവിടെ അനേകം മരിച്ചു. അപ്പൊ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവൻ ചിന്തിക്കാണ്. ഞാനാണ് എന്ത് ചിന്തിച്ചിരുന്നല്ലോ, സത്യമായിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു. ഞാൻ കർത്താവിനോട്, എന്റെ കർത്താവേ, നീ അത്ഭുതങ്ങളുടെ ദൈവമാണ്, എന്നെ നീ ഈ ക്രൂശിൽ നിന്ന് ഇറക്കി വിട്ടാൽ ഞാൻ യെരുശലേമിലും ദുബായിലും നിന്റെ ട്രാറ്റുമായിട്ട് നടന്നോളാം, ഇനി ഒരിക്കലും ഞാനൊരു പാപവും ചെയ്യത്തില്ല. ഇതാണ് പെന്തക്കോസ്തുകാരുടെ മാനസാന്തരം. പക്ഷെ അവൻ അങ്ങനെ പറയുന്നില്ല. അവൻ ഇത് ദൈവമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം അവൻ പറയുന്നത് എന്താണെന്നറിയാം, ഞാൻ മരണത്തിന് യോഗ്യനാണ്, മരിച്ചോളാം. സന്തോഷമായിട്ട് മരിക്കണമെങ്കിൽ അതിന് ഒരു കാര്യം സംഭവിക്കും. കർത്താവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്താം. 3.5 വർഷം കൂടെ നടന്ന ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല കർത്താവ് രാജത്വം പ്രാപിച്ചു വരും. 3 മണിക്കൂർ ക്രൂശിൽ കിടന്ന കള്ളം പറയുവാണ്, നീ ഉറപ്പായിട്ടും രാജത്വം പ്രാപിച്ചു വരും, അന്ന് നീ എന്നെ ഓർത്താണ്. ഞാൻ ഇത് തിരിച്ചു മറിച്ച് ആലോചിച്ചു, ഇയാൾക്ക് എങ്ങനെ ഇത് പിടികിട്ടിയത്? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, ദൈവത്തിന്റെ നീതിയാൽ അവിശ്വാസം ഉണ്ടാകുന്നതെന്ന്. ഈ കള്ളൻ ക്രൂശിൽ കണ്ടത് എന്താ? യേശുവിന്റെ അനുസരണം മരണം വരെ, ക്രൂശിലെ മരണം പോലെ. യേശുവിന്റെ സ്നേഹം മരണം വരെ, യേശുവിന്റെ ക്ഷമ മരണം വരെ. ഈ ബ്യൂട്ടിയാണ് അവൻ കാണുന്നത്, നീതിയുടെ മനോഹരത്വം. ആ നീതിയുടെ മനോഹരത്വം കാണുമ്പോൾ ഇവനൊരു കാര്യം മനസ്സിലാവും, ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കും. എന്നെ ഇവൻ രക്ഷപ്പെടുത്തി യെരുശലേമിലൂടെ നടന്നാലും 4 ദിവസം ഞാൻ ട്രാക്ക് കൊടുക്കുമായിരിക്കും. 5-ാം ദിവസം ഞാൻ തലവേദന എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കും. അല്ലെങ്കിൽ 5 ദിവസം ട്രാക്ക് കൊടുത്തിട്ട് 6-ാം ദിവസം അവൻ ആർക്കും കടക്കാരനല്ല എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ പൈസ പിരിക്കാൻ പോകും, എന്തെങ്കിലും ചെയ്യും. അതുകൊണ്ട് കർത്താവെ, ഞാൻ മരിക്കുന്നത് തന്നെയാണ് എനിക്ക് നല്ലത്. കാരണം നീ എന്നെ പുനരുത്ഥാനത്തിൽ ഓർക്കും, പുനരുത്ഥാനം കിട്ടുമെങ്കിൽ പിന്നെ എനിക്ക് അത് മതി എന്ന് അവൻ തീരുമാനിക്കുമ്പോ കർത്താവ് കൊണ്ട് പറയാണ്, നീ ഇന്ന് എന്റെ കൂടെ പർദീസയിലിരിക്കും. ഞാൻ രാജ്യത്വം പ്രാപിച്ചു വരാൻ നീ കാത്തിരിക്കണ്ട. ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. നമ്മൾ ഇനി ഒരിക്കലും പിരിയുന്നില്ല. അപ്പൊ ഞാൻ ഇത് ആലോചിച്ച്, എന്താണ് അവൻ കണ്ടത്? അത് യേശു ക്രിസ്തുവിന്റെ മരണം. ആ മരണത്തിനകത്ത് ഇവിടെ എബ്രായ ലേഖനത്തിൽ കാണുന്ന അവൻ മരണം സഹിച്ചത് കൊണ്ട് ആ കള്ളം കണ്ട കാഴ്ചയാണ്. അവനെ ബഹുമാനവും മഹത്വവും അണിഞ്ഞവനായി, രാജാവായി, രാജത്വം പ്രാപിച്ചു വരുന്നവനായി നമ്മൾ കാണുന്നു എന്നാണ്. ആ മരണത്തിന്റെ ഫലമായിട്ടാകുന്നു റൈച്ചസ്നെസിന്റെ പെർഫെക്ഷനിൽ നിന്നുണ്ടാകുന്ന മരണം.
ഒരാളെ സ്നേഹിക്കുക, എന്തോരം സ്നേഹിക്കണം? മരണം വരെ. നമുക്ക് ആത്മാവിന്റെ ഫലം കാണാതെ പറയാൻ പറഞ്ഞ 9 ഫലവും നമ്മുടെ പിള്ളേർ കാണാതെ പറയും. പക്ഷെ അവർക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട്, ഇതെല്ലാം മരണം വരെ എന്നുള്ള കാര്യം. സ്നേഹം മരണം വരെ, അനുസരണം മരണം വരെ, അനുസരണം എന്നതില്ല, സന്തോഷം മരണം വരെ, ക്ഷമ മരണം വരെ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ ഭർത്താവിനോട് എത്ര നാൾ ക്ഷമിക്കണം? മരണം വരെ. നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ എന്തോരം ക്ഷമിക്കണം? അയാൾ നിങ്ങളെ തല്ലിക്കൊന്ന അവസാനത്തുള്ളി രക്തം ടപ്പ് വീഴുന്നവരെ. ആ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതാണ് ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത്. ഇതാ കർത്താവ് കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് അവൻ നേടിയ മഹത്വം എന്ന് പറഞ്ഞൊരു മഹത്വമുണ്ട്, അവൻ നേടിയ വിശുദ്ധി എന്ന് പറഞ്ഞൊരു വിശുദ്ധിയുണ്ട്. അത് നമുക്ക് വേണ്ടിയുള്ള സമ്പത്താ. അത് ഹിസ് ഒബീഡിയൻസ് മെയ്ഡ് ഹിം പെർഫെക്റ്റ്. ആ പെർഫെക്ഷനിൽ അവൻ സമ്പാദിച്ച സ്വർഗീയ ധനം എന്റെ അവകാശമാണ്. അത് ബൈബിളിൽ പറയുന്നുണ്ട്. അല്ലാതെ ഈ മഹിമയുടെ വലതുഭാഗത്തിരിക്കാൻ നമ്മൾ ചിന്തിക്കുക പോലും വേണ്ട, അത് നമ്മുടെ അല്ല. എന്നാൽ കർത്താവ് ക്രൂശിൽ മരിച്ചവനായി കണ്ട ശേഷം അവനിൽ നമ്മൾ മഹത്വവാനായി കാണുമ്പോൾ എന്താ കാണുന്നത്? അത് എന്റെ മഹത്വം, എനിക്കവൻ പങ്കുവയ്ക്കുന്ന മഹത്വം. അത് കർത്താവ് അവന്റെ മധ്യസ്ഥ പ്രാർത്ഥന 17-ാം അധ്യായത്തിൽ, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു തോന്നുന്നു, 17-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം ശരിക്കും വായിക്കണം. അത് ശരിക്കും നമ്മളെ പഠിപ്പിക്കുന്ന അനേകം കാര്യങ്ങളിൽ ഒന്നിതാണ്.